ഗൈസ്, നമുക്കിന്ന് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിൽ ഒരു പോർഷനായിട്ടുള്ള ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്താണെന്ന് നോക്കാം. ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സിംപ്ലി പറയാം, ചേഞ്ച് ഇൻ ദ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്. അതായത് പ്രസൻറ്റ് ടൈമിൽ, അതായത് ഇപ്പം ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് ആയിരിക്കില്ല ഇനി ഉണ്ടാവുമെന്ന്, അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്നൊരു കോസ്റ്റ് ആയിരിക്കില്ല ഇപ്പോൾ ഉള്ളത്. അതായത് ചേഞ്ച് ഇൻ ദ കോസ്റ്റ് സിംപ്ലി മീൻസ് ചേഞ്ച് ഇൻ ദ കോസ്റ്റ് ബിക്കോസ് ഓഫ് കുറച്ച് കാരണങ്ങൾ. എന്തെങ്കിലും ഒരു കാരണം ഇല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ കോസ്റ്റിൽ ചേഞ്ച് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഡിഫറൻഷ്യൽ കോസ്റ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദ കോസ്റ്റ് വിച്ച് മേ ബി ടേക്കൺ പ്ലേസ് ഡ്യൂ ടു. കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കോസ്റ്റിന് ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രൊഡക്ഷനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയണത് അല്ലേ. അപ്പം ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, ചിലപ്പോൾ ഒത്തിരി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോസ്റ്റിന് ചെയ്യുന്നുണ്ടാവും. അതായത് ഒത്തിരി പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ കോസ്റ്റ് കുറയും എന്ന് കേട്ടിട്ടില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാലോ കോസ്റ്റ് കൂടുകയും ചെയ്യും. പിന്നെ ചേഞ്ച് ഇൻ സെയിൽസ് വോളിയം, ഒത്തിരി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം 100 മിഠായി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ 100 എണ്ണവും വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫിറ്റ് അവിടെ കൂടുകയാണ്. അപ്പം നമുക്കുണ്ടാവുന്ന എന്താ പറയുക, കോസ്റ്റും അവിടെ കുറയാനോ കൂടാനോ ചാൻസ് ഉണ്ട്. അതായത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ മെത്തേഡ് എന്തും ആയിക്കോട്ടെ, ചിലപ്പം കറണ്ട് ഉപയോഗിച്ച് ചെയ്യണതായിരിക്കും, അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിക്കാതെ ചെയ്യണതായിരിക്കും. അതായത് ഒരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതായത് കറണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നു, കറണ്ട് ഇല്ലാതെ ചെയ്യുന്നു. അപ്പോൾ രണ്ട് മെത്തേഡാണ്, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനാണത്. അതൊരു എക്സാമ്പിൾ മാത്രമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്, ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ ചെയ്യുമ്പം കോസ്റ്റ് കുറയാനും കറണ്ട് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടാനും ചാൻസ് ഉണ്ട്. അതാണ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് മേക്ക് ഓർ ബൈ ഡിസിഷൻസ്. ചിലപ്പോൾ നമ്മൾ ഒരു ഞാൻ പറഞ്ഞു, മിഠായി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. മിഠായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ട കോക്കോ വേണ്ടേ. കോക്കോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും ചിലപ്പോൾ. അത് ബൈ ഡിസിഷൻ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ തന്നെ അത് നട്ടുപിടിപ്പിക്കാം, കോക്കോ മരം നട്ടുപിടിപ്പിക്കാമെന്ന് തീരുമാനിക്കുക. അതാണ് മേക്ക്, ഇവിടെ തന്നെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബൈ പുറത്തുനിന്ന് വാങ്ങിക്കുക. രണ്ടും ഒരു മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പം മേക്ക് ഓർ ബൈ ഡിസിഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ചേഞ്ച് ഇൻ പ്രൊഡക്റ്റ് മിക്സ്. ചിലപ്പോൾ നമ്മളുടെ ഒരു കമ്പനിയിൽ തന്നെ ഒത്തിരി പ്രൊഡക്ട്സ് ഉണ്ടാകും. ഇപ്പോൾ മിഠായി ഉണ്ടാകും, ഐസ്ക്രീം ഉണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും. അപ്പം പ്രൊഡക്റ്റ് മിക്സ്, ഇപ്പം മിഠായി നമ്മൾ 100 പ്രൊഡ്യൂസ് ചെയ്യും, ഐസ്ക്രീം നമ്മൾ 50 ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. ചിലപ്പോൾ അത് നമ്മുടെ കോസ്റ്റ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഐസ്ക്രീം കുറച്ച് കൂട്ടി മിഠായി പ്രൊഡക്ഷൻ കുറച്ച് കുറവ്, അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് ചേഞ്ച് ഇൻ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കാരണമാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിന് ഒരു ചേഞ്ച് ഉണ്ടാകാൻ കാരണം. സോ ഡിഫറൻഷ്യൽ കോസ്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ആൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ കോസ്റ്റിന് ചേഞ്ച് വരുന്നത്. അതിനെയാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ കോസ്റ്റിന് വേറെ 2 പേരും കൂടെ പറയും, ഇൻക്രിമെൻ്റൽ കോസ്റ്റിംഗ് ആൻഡ് ഡിഫറൻഷ്യൽ അനാലിസിസ്. ഇൻക്രിമെൻ്റൽ കോസ്റ്റിംഗും ഡിഫറൻഷ്യൽ അനാലിസിസും ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിനെ വിളിക്കും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് ടു അനലൈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ, അതായത് നമ്മൾ മിഠായി പ്രൊഡ്യൂസ് ചെയ്യാണ്, അത് ചിലപ്പോൾ കറണ്ടിൽ വിത്ത് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി, വിത്തൗട്ട് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ചെയ്യും. അപ്പം നമ്മൾ ചിലപ്പോൾ വിത്തൗട്ട് യൂസ് ഇലക്ട്രിസിറ്റി കറണ്ട് ഇല്ലാതെ ആയിരിക്കും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റി നമ്മൾ കറണ്ട് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഒരു ചേഞ്ച് ഓഫ് ഒരു ആക്ഷൻ അവിടെ ചേഞ്ച് ആവണം. അതായത് കറണ്ട് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കറണ്ട് വെച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ, അവിടെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷനായി ഇല്ലേ. അപ്പം അതിന് എന്തോരം ഇമ്പാക്റ്റ് ഉണ്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്.